നമസ്കാരം, എല്ലാവർക്കും ട്രിപ്പിൾ മെഡിസിയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ, കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലേക്കുള്ള അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ എക്സാം നടക്കാൻ പോകുന്നത് നവംബർ 14-നാണ്. 2025 നവംബർ 14-നാണ്. ഇതൊരു ഗസറ്റഡ് പോസ്റ്റാണ്. കാറ്റഗറി നമ്പർ 96/25 ആണ്. അപ്പോൾ ഇതിനു വേണ്ടി കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള എല്ലാവരും പ്രിപ്പറേഷനിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ഈ ഒരു സിലബസ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാം. മോർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇനി വേണ്ടത്. അപ്പോൾ കൂടുതൽ MCQs പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാമ്പിൾ MCQ ഉള്ള ബുക്സ് നമ്മൾ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് അത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കാം. ആദ്യത്തെ കാര്യം പറയുന്നത്, ഇതിൽ ടോട്ടൽ മാർക്സ് 100 മാർക്കാണ്. അതിൽ 10 മാർക്ക് വീതം 10 ടോപ്പിക്സ് ആണ് വരുന്നത്. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആണ്. 10 മാർക്കിന് ഇലക്ട്രിക് സർക്യൂട്ട്സ്. രണ്ടാമത്തേത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. അടുത്തത് DC ജനറേറ്റേഴ്സ്, അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. പിന്നെ വരുന്നത് പവർ സിസ്റ്റം, കൺട്രോൾ സിസ്റ്റം, അതുപോലെ പവർ ഇലക്ട്രോണിക്സ്, മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ട്രാൻസ്ഡ്യൂസേഴ്സ്. എല്ലാത്തിനും 10 മാർക്ക് വീതമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് കണ്ടന്റ് ഉള്ള അല്ലെങ്കിൽ പെട്ടെന്ന് പോർഷൻസ് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്സ് അതെന്തായാലും ആദ്യം നോക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇതുപോലെ 10 മാർക്സ് എന്നൊക്കെ പറയുമ്പോൾ 10 മാർക്സിന് തന്നെയാണ് അത് ചോദിക്കാറ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് വേഗം തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് എന്ന് പറയാനില്ല, എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണുള്ളൂ. കിർച്ചോസ് ലോ, അതിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ, എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ, അതുപോലെ ഇൻഡക്ടർ, അനാലിസിസ് ഓഫ് കപ്പിൾഡ് സർക്യൂട്ട്, ഡോട്ട് പൊളാരിറ്റി കൺവെൻഷൻ, അതുപോലെ sinusoidal steady state analysis of coupled circuit, generation of alternating voltage and current, RMS value, average value, peak factor, form factor, AC through series RLC circuit, series resonant power, bandwidth, resonance in parallel circuit. അടുത്തത് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ആണ്. അബ്സല്യൂട്ട് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് എ മീഡിയം, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ, റിലേഷൻ ബിറ്റ്വീൻ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി, സീരീസ് ആൻഡ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ട് വിത്ത് composite material, Faraday's laws of electromagnetic induction, Lenz's law, statically and dynamically induced EMF. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പല ടോപ്പിക്കും നമ്മൾ ഈ ഒരു ചാനലിൽ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോട്ട്സ്, MCQs, നിങ്ങൾക്ക് കൂടുതൽ ക്യൂസസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണം, ബുക്സ് സജഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റായ triplemedici.com സന്ദർശിക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെറ്റീരിയൽസ് എല്ലാം ഈസിലി അവൈലബിൾ ആണ്. ഡിപ്പെൻഡിങ് ഓൺ ദ എക്സാം, അല്ലെങ്കിൽ ഏതൊരു എക്സാമിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്കത് സെർച്ച് ചെയ്യാവുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൽ. അടുത്തത് DC ജനറേറ്റേഴ്സ് ആണ്. 10 മാർക്കിന് DC ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞാണ് പ്രത്യേകം തന്നിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ടൈപ്സ് ഓഫ് DC ജനറേറ്റർ, EMF ഇക്വേഷൻ, പവർ സ്റ്റേജ്, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി, DC മെഷീൻസ് എന്നായിരുന്നു ഇതിൻ്റെ ഹെഡിങ് വരേണ്ടത്. അപ്പോൾ DC മോട്ടറും പറഞ്ഞിട്ടുണ്ട്, ആർമേച്ചർ കൺട്രോൾ ആൻഡ് ഫീൽഡ് കൺട്രോൾ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഇക്വലന്റ് സർക്യൂട്ട്, ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ, കണ്ടീഷൻ ഫോർ മാക്സിമം എഫിഷ്യൻസി, 3 ഫേസ് ട്രാൻസ്ഫോമർ, കൺസ്ട്രക്ഷൻ ഡിഫറൻസ് ബിറ്റ്വീൻ പവർ ട്രാൻസ്ഫോമർ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അപ്പോൾ ഈ ഒരു സിലബസിൽ ടൈറ്റിൽ മാത്രം നോക്കി പോകരുത്. അതായത് ഈ ഒരു സബ് ഹെഡിങ്സ് മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. അതായത് DC ജനറേറ്റേഴ്സിന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. DC മെഷീൻസിന് കൊടുക്കാൻ നോക്കിയപ്പോൾ ഇതിൽ AC മെഷീൻസും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓർക്കുക, മെഷീൻസ് ഫുൾ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഇട്ടിരിക്കുന്നത് വളരെ ചെറിയ ടോപ്പിക് അല്ല. DC മെഷീൻസ് ഫുൾ വരുന്നുണ്ട്, ജനറേറ്റേഴ്സ് ആൻഡ് മോട്ടോഴ്സ്, പിന്നെ വരുന്നത് AC മെഷീൻസ്, സിങ്ക്രണസ് മോട്ടർ, ഓൾട്ടർനേറ്റർ, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഇൻഡക്ഷൻ മെഷീൻ, ഇൻഡക്ഷൻ മോട്ടോഴ്സ്, ഇതെല്ലാം ഇവിടെ തന്നെ വരികയാണ്. ഇനി അടുത്ത ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ നമ്പർ സിസ്റ്റം, കോഡ്, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ, ആസ്കി കോഡ്, XS3 കോഡ്, ഗ്രേ കോഡ്, കോമ്പിനേഷണൽ സർക്യൂട്ട്, ആഡർ, ഫുൾ ആഡർ ആൻഡ് ഹാഫ് ആഡർ, മൾട്ടിപ്ലെക്സേഴ്സ്, ഡീമൾട്ടിപ്ലെക്സേഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്പ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, ഡിജിറ്റൽ ടു അനലോഗ്, അതുപോലെ തന്നെ ADC, ഡാക്കും അതുപോലെ ADCയും, മൈക്രോ പ്രോസസ്സർ, ഇന്റേണൽ ആർക്കിടെക്ചർ ഓഫ് 8085, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും മൈക്രോ പ്രോസസറിൻ്റെ പ്രോഗ്രാമിംഗ് ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല. ഇനി അടുത്തത് അഡ്രസ്സിംഗ് മോഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ, സ്റ്റാറ്റസ് ഫ്ലാഗ്, മെഷീൻ സൈക്കിൾസ് ആൻഡ് T സ്റ്റേറ്റ്, ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് സൈക്കിൾ ടൈമിംഗ് ഡയഗ്രാം.
പവർ സിസ്റ്റം 10 മാർക്കാണ്. ലൈൻ പാരാമീറ്റേഴ്സ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ്, ഇൻസുലേറ്റേഴ്സ്, സ്ട്രിംഗ് എഫിഷ്യൻസി, കൊറോണ. സർക്യൂട്ട് ബ്രേക്കേഴ്സ് റേറ്റിംഗ്, SF6 സർക്യൂട്ട് ബ്രേക്കർ, റിലേ, ടൈപ്സ്. Per unit quantity, symmetrical quantity, symmetrical component, symmetrical and unsymmetrical fault, power system stability, steady state, dynamic and transient stability, power angle curve. അടുത്തത് കൺട്രോൾ സിസ്റ്റത്തിൽ അതിലും എഗെയിൻ 10 മാർക്സ് ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് LTI സിസ്റ്റം, ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷൻ, സിഗ്നൽ ഫ്ലോ ഗ്രാഫ്, മാസൺസ് ഗെയിൻ ഫോർമുല, type and order of the system, characteristic equation, time domain specification of transient and steady state responses, impulse and step responses of first order and second order, static error coefficients of type 0, 1, 2 system, roots stability criterion, frequency domain specification, polar plot and Bode plot, concepts of gain margin and phase margin, stability analysis. അടുത്ത പവർ ഇലക്ട്രോണിക്സിന് 10 മാർക്ക്. SCR structure, static characteristics, fully controlled and half controlled bridge rectifier with the R, RL and RLE load, voltage source inverter, single phase half bridge and full bridge inverter with the R and RL load, pulse width modulation, single quadrant, 2 quadrant and 4 quadrant chopper, operational amplifier, fundamental differential amplifier, modes of operation, properties of ideal and practical op-amp, gain, CMRR and slew rate. Measurements and instrumentation, measurement standards, errors, types of error, classification of instrument, secondary instrument, indicating, integrating and recording instrument, ammeters and voltmeters, moving coil, moving iron, measurement of power, dynamometer type, construction and working, 3-phase power measurement, measurement of energy, single phase energy meter, construction and working, digital energy meter, time of day meter, oscilloscope, principle of operation, vertical and horizontal deflection system. സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ആണ് 9ാമത്തെ ടോപ്പിക്ക്, 10 മാർക്ക്. ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽ, എലമെൻ്ററി സിഗ്നൽ, ബേസിക് ഓപ്പറേഷൻസ് ഓൺ കണ്ടിന്യൂസ് ടൈം ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ, കോൺസെപ്റ്റ് ഓഫ് സിസ്റ്റം, classification of system, properties of system, time invariant, linearity, causality, memory, stability, sampling process, impulse, train sampling, sampling theorem, aliasing effect, zero order and first order hold circuit. അടുത്ത ട്രാൻസ്ഡ്യൂസർ, general classification, LVDT, angular displacement transducer, Hall effect transducer, batteries, primary cell, secondary cell, battery rating, grouping of cells, wiring, systems of wiring, rules for domestic wiring, earthing, types of earthing, rules for earthing, illumination, laws of illumination, electric lamp, different types. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സിലബസ് വരുന്നത്. അപ്പോൾ മുന്നേ നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക, അത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതലും MCQs പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആ ടോപ്പിക് വൈസ് നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.